നമ്മളാദ്യം ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഡോക്ടറിൻ്റെ നല്ലൊരു ഡോക്ടറാണ് സജിത് കുര്യൻ സാർ എന്ന് പറഞ്ഞാൽ. എൻ്റെ പേര് ജോസ്ന, ഞാൻ മൈക്കാവിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് ഞാൻ ധർമ്മഗിരി സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ എല്ലിന് പൊട്ടുണ്ടെന്ന് ഇവിടെ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ സജിത് കുര്യൻ സാറിനെയാണ് കൺസൾട്ട് ചെയ്തത്. അന്ന് നൈറ്റ് തന്നെ ഓപ്പറേഷൻ ചെയ്തു. അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു തന്നു. ഓപ്പറേഷൻ്റെ ടൈമിലാണെങ്കിലും എനിക്ക് വന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ എല്ലാത്തിനും ഒരു റിലീഫായിട്ട് എല്ലാ സപ്പോർട്ടുകളും ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ. സാറിനാണെങ്കിലും നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെ റൂമിലേക്ക് മാറ്റിയപ്പോഴാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് തന്നു. നമ്മളെ വന്ന് കോൺടാക്ട് ചെയ്ത് എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പെയിനും കാര്യങ്ങളൊക്കെ വന്ന് റിലീഫായി. അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. വന്ന ടൈമിലാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾ റിക്കവർ ആവാനുള്ള എല്ലാ കാര്യങ്ങളും സാറ് പറഞ്ഞു തന്നു. പ്ലാസ്റ്റർ പെട്ടെന്ന് റിമൂവ് ആക്കി അതിനുള്ള എക്സസൈസ് കാര്യങ്ങൾ പറഞ്ഞു തന്ന് എൻ്റെ കൈ പെട്ടെന്ന് റിക്കവർ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു സാറ്. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറിനെ തന്നെ ഫസ്റ്റ് നല്ലതുപോലെ ഒരു റെഫറൻസ് കിട്ടി. ഇവിടുന്ന് നമ്മളാദ്യം ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഡോക്ടറിൻ്റെ നല്ലൊരു ഡോക്ടറാണ് സജിത് കുര്യൻ സാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡോക്ടറാണ്. ഇവിടുത്തെ പേഷ്യൻസ് തന്നെ പറഞ്ഞ് അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തത്. അതുപോലെ തന്നെ ഇവിടുത്തെ നേഴ്സുമാരുടെ ആണെങ്കിലും നമ്മുടെ PR സാറിൻ്റെ ആണെങ്കിലും നല്ലൊരു എന്താ പറയുക, നമ്മളോടുള്ള ഒരു സപ്പോർട്ട് അത്ര അധികമായിരുന്നു. നമ്മുടെ പെയിനിൻ്റെ ടൈമിലും നമ്മൾക്ക് നമ്മളെ റിലീഫാക്കി നല്ല എന്താ പറയുക നല്ല കെയറിങ് ആയിരുന്നു. ഇവിടെ നേഴ്സുമാരും എല്ലാ സ്റ്റാഫുമാരും നമ്മളെ ഒരു കെയറിങ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ വന്ന ടൈമിൽ നമ്മൾ ഡയറക്റ്റ് കാഷ്വാലിറ്റിയിലേക്കാണ് വന്നത്. അപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മുടെ നേഴ്സുമാർ അതുപോലെ തന്നെ അവർ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന് നമ്മളെ ലാഗ് അടിപ്പിക്കാതെ വേഗം ബെഡിലേക്ക് കിടക്കുകയും അതുപോലെ തന്നെ എക്സ്റേൻ്റെ കാര്യങ്ങൾ നമ്മുടെ ക്ലീനിങ്ങിന് എനിക്ക് മുറിവ് ഇഞ്ചുറീസൊക്കെ ഉണ്ടായിരുന്നു, കാലിൽ സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേഗം ക്ലീനാക്കി. അതുപോലെ തന്നെ എക്സ്റേൻ്റെ കാര്യങ്ങൾ അധികം ഡിലേ ആക്കാതെ പെട്ടെന്ന് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിലെ റിസപ്ഷനാണെങ്കിലും നമ്മൾ ബിൽഡിങ്ങിനൊന്നും ഓവർ ടൈം അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളും പ്രൊസീജിയേഴ്സും ഒക്കെ വേഗം ആക്കി തന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് മാറ്റാനുള്ള അവിടെ അധികം നേരം കാഷ്വാലിറ്റിയിലാണെങ്കിലും എക്സ്റേൻ്റെ റൂമിലാണെങ്കിലും അവിടെ നിർത്തി ഒരു ബുദ്ധിമുട്ടാക്കിയിട്ടില്ല. അവിടെ പെട്ടെന്ന് അതൊക്കെ നമുക്ക് ചെയ്തു തന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ആ വാർഡിൽ നേഴ്സുമാരാണെങ്കിലും സിസ്റ്റർമാരാണെങ്കിലും നമ്മൾ ഓരോ ആവശ്യങ്ങൾ പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് വന്ന് നമുക്ക് ചെയ്തു തരുന്നേയും എൻ്റെ ട്രിപ്പ് കാര്യങ്ങൾ എൻ്റെ ഫുഡ് കാര്യങ്ങൾ മെഡിസിനൊക്കെ കറക്റ്റായിട്ട് വന്ന് എടുത്തു തന്നു. അതിനൊക്കെ ഒരു ഡിലേയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കിയില്ല. എന്തായാലും വളരെ നന്ദിയുണ്ട് നമ്മൾ ഇത്രയും ഹെൽപ്പ് ചെയ്തതിന്. താങ്ക് യു.